ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാൻ 500 ഗ്രാം ചിക്കനാണ് ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, തക്കാളി ചെറുതായി അരിഞ്ഞ്, ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഗരം മസാല, പെരിഞ്ചീരകപ്പൊടി, ഉപ്പ്, കറിവേപ്പില, സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കുഴച്ച് വെക്കാം. അതിന് ഒരു 1/4 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നന്നായി കുഴച്ച് വെക്കുക. നിങ്ങളുടെ പാകത്തിന് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ കുറച്ചും കൂടെ മുളകിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 1/4 സ്പൂൺ മുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അതവിടെ ഒരു 15 മിനിറ്റ് പിടിപ്പിക്കാൻ വെക്കും. അപ്പോഴേക്കും നമുക്ക് എന്താക്കാം, ഉള്ളി വാട്ടാം. ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടുക. സവാളയുടെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി അതും അതിൻ്റെ കൂടെ തന്നെ ഇടുക. എന്നിട്ട് നന്നായി വഴറ്റുക. ഉള്ളിയുടെ കൂടെ അല്പം ഉപ്പും ചേർക്കാം. ഉള്ളി നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റുക. ഏകദേശം ഒരു 3 സവോള എടുത്തിട്ടുണ്ട്. 3 സവോള ചെറുതായി അരിഞ്ഞത്, ഒരു 6 ചെറിയുള്ളിയുമാണ് എടുത്തത്. ഉള്ളി ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, ഏകദേശം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുക. ഒന്ന് നന്നായി ഇളക്കിയ ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്കിടുക. തക്കാളി ഇട്ട ശേഷം നമുക്ക് തീ കുറച്ച് അല്പനേരം മൂടി വെച്ച് വേവിക്കാം. എന്നാൽ തക്കാളി വേഗം വെന്ത് പാകമായി കിട്ടും. തക്കാളി നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി,
ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്. കുരുമുളക് പൊടിക്കാതെ നന്നായി ചതച്ച് വെച്ചതാണ് 1 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. ഉപ്പ്, ചെറിയ 1 സ്പൂൺ പെരിഞ്ചീരകപ്പൊടി. എന്നിട്ട് നന്നായി വഴറ്റുക. ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. എന്നിട്ട് നന്നായി വഴറ്റുക. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുക. നമ്മൾ മസാലകളെല്ലാം ഇട്ട ശേഷം ഒരു 10 മിനിറ്റ് ചെറു തീയിൽ വഴറ്റേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കറിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യമുള്ള കറിക്കനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ഞാൻ ഏകദേശം ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം വേവിക്കാം. ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ചേർക്കാവുന്നതാണ്. എരിവ്, ഉപ്പെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും പാകത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ വേവേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നന്നായി അടച്ച് വെക്കുക. എന്നിട്ട് അല്പം തീ കുറച്ച് കൊടുക്കാം. ചെറു തീയിൽ വേവട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഇളക്കി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.